ആദിത്യ L1. ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ഏത്? ആദിത്യ L. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. അപ്പൊ 2023 സെപ്റ്റംബർ 2 11:50 രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് കേട്ടോ. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അപ്പോ PSLV C-57 ആയിരുന്നു വിക്ഷേപണ വാഹനം. PSLV C-57 ആണ് വിക്ഷേപണം. മോളാണ്. യെസ്, ഈ ബാച്ചിലെ ചില എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. എങ്ങോട്ടാ പോണേ? എന്നെ കൂട്ടോ? ചാറ്റ് കൊടുത്തേ. എല്ലാവരോടും നല്ലോണം പഠിക്കണം എന്ന് പറയും. നല്ലോണം പഠിക്കും. ജോലി വാങ്ങണം എന്ന് പറയും. ഞാൻ വരാട്ടോ, നിങ്ങൾ പോയിക്കൊള്ളിട്ടോ. യെസ്, അപ്പൊ വിക്ഷേപണ വാഹനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLV C-57 ആണ് എന്ന് പഠിച്ചു നോക്കാം. 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത്. 11:50 വിക്ഷേപിച്ചത് കേട്ടോ. ഓക്കെ, രാവിലെയാണ് PSLV C-57. എവിടെ? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിഖർ ഷാജി എന്ന്. നിഖർ ഷാജി. ഓക്കെ, സൗരദൗത്യമായ ആദിത്യ L1-ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിഖർ ഷാജി എന്ന് പഠിച്ചു പോകാം. അതിന്റെ മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SR ബിജു എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഖർ ഷാജി. മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു എന്നും നോട്ട് ചെയ്തു. SR ബിജു. 400 കോടി രൂപ ചെലവിലാണ് ഇത് വിക്ഷേപിക്കുന്നത് കേട്ടോ. 400 കോടി രൂപ ചെലവിൽ. അപ്പോ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത്. 2023 11:50 വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ. വിക്ഷേപണ വാഹനം PSLV C-57. പ്രൊജക്ട് ഡയറക്ടർ നിഖർ ഷാജി. മിഷൻ ഡയറക്ടർ ബിജു കേട്ടോ. SR ബിജു എന്ന് പഠിച്ചു നോക്കാം. മിഷൻ ഡയറക്ടർ. പ്രൊജക്ട് ഡയറക്ടർ നിഖർ ഷാജി. ഓക്കെ ആണോ? 400 കോടി രൂപയാണ് എന്ന പോയിന്റും നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കണം. കുറച്ചേ ഉള്ളൂ. ഇനി ഇതിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തിക്കുന്ന രീതിയെയാണ് ഓൺബോർഡ് ചെയ്യുക എന്ന് പറയും. നമ്മൾ ഓൺബോർഡ് ചെയ്യുക എന്ന് പറയും അല്ലെ. ഒരാളെ എടുക്കുക അല്ലെങ്കിൽ എത്തിക്കുക എന്നുള്ളതിനൊക്കെയാണ് ഓൺബോർഡ് ചെയ്യുക എന്ന് പറയും അല്ലെ. ഓൺബോർഡ് പ്രൊപ്പൽഷൻ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം അല്ലെ, എസ്കേപ്പ് വെലോസിറ്റി നമുക്കറിയാം. ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിന് പുറത്തേക്ക് ഇതിനെ എത്തിക്കാനുള്ള, അതിനെ എത്തിച്ച ആ ഒരു രീതിയെയാണ് ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് L1 പോയിന്റ് എന്ന് വിളിച്ചത്. അതായത് ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ഒരു പോയിന്റ് ഉണ്ട്. അതായത് L1 എന്ന് പറയുന്ന പോയിന്റ്, ലഗ്രാഞ്ചസ് പോയിന്റ് 1. ഓക്കെ, അതായത് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സൂര്യനെ കുറിച്ച് പഠിക്കാനും സാധിക്കും. ഭൂമിയുടെ വെലോസിറ്റിക്ക് പുറത്തേക്ക് ചാടുകയും ചെയ്തു. അങ്ങനെ ഒരു പോയിന്റ് ആണ് L1 പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ്, അവിടത്തേക്ക് പേടകം എത്തിച്ചിട്ടാണ് ഈ പറയുന്നതിനെ നിരീക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ പോയിന്റിലേക്ക്, ഓക്കെ, സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഒരു പോയിന്റിലേക്ക്, L1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിച്ചു. ഒരു ഹലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക. ഓക്കെ, L1 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക്, ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദിത്യ L1-ന്റെ ഡ്യൂട്ടി കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കാനാണ്. സൂര്യനെ കുറിച്ച് എന്തൊക്കെയാ പഠിക്കുന്നത് എന്നുള്ളത് അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓരോന്ന് സൂര്യന്റെ ഓരോരോ കാര്യങ്ങളും നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോ 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത്. 11:50 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-57. പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രൊജക്ട് ഡയറക്ടർ നിഖറിട്ടുള്ള ആളായിരുന്നു നിഖർ ഷാജി എന്ന് പഠിച്ചു വെക്കാം. ആളെന്നോട് ശ്രമിക്കുക. മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SR ബിജു എന്ന് പഠിച്ചു വെക്കാം. 400 കോടി രൂപയാണ് ചെലവാക്കിയെന്ന് പഠിച്ചു വെക്കാം. ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തെ
പുറത്തേക്ക് കടന്നിട്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഓൺബോർഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ L1 എന്ന് പറയുന്നത് ഭൂമിക്കും സൂര്യനും ഇടയിലെ ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് ആണ്. അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. L1 പോയിന്റ് എന്നുള്ളതാണ് ആ പോയിന്റിനെ വിളിക്കുന്നത് കേട്ടോ. 5 വർഷവും 2 മാസവുമാണ് ഇതിന്റെ കാലാവധി. 5 വർഷവും 2 മാസവുമാണ് ഇതിന്റെ കാലാവധി. അതിന്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് തിരിച്ചു വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത് കേട്ടോ. 5 വർഷം 2 മാസം. അപ്പൊ L1 പോയിന്റ് എന്താ? ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് ആണ്. ഓൺബോർഡ് ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്നുള്ളതാണ് അങ്ങോട്ട് എത്തിക്കുന്നതിന്റെ പേര്, ആ ഒരു പദ്ധതിയുടെ പേര്. ഇനി പേലോഡുകൾ അല്ലെ, ചന്ദ്രയാൻ പേലോഡ് ചോദിച്ചു. അതേപോലെ തന്നെ ആദിത്യ പേലോഡ് ചോദിക്കാൻ അടുത്ത പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. 7 പേലോഡുകളാണ്, 7 ഭാഗങ്ങളാണ് ആദിത്യ L1 ഉണ്ടായിരുന്നത്. നോക്കണ്ടേ? നമുക്ക് നോക്കണ്ടേ? യെസ്, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്, VELC. ഇതെല്ലാം ചിലപ്പോൾ ഇപ്പൊ മനസ്സിലേക്ക് ആവണമെന്നില്ല. ഓരോന്ന് എന്തിനെ കുറിച്ചാണെന്നുള്ള ഏകദേശം ഒരു ധാരണ വെച്ച് പോകാം നമുക്ക്. ബാക്കി നിങ്ങളൊന്ന് സമയം പോലെ പഠിച്ചെടുക്കണം കേട്ടോ. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്, VELC. സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാം. സൂര്യന്റെ വലയങ്ങളെ കുറിച്ചും സൂര്യന്റെ ലെയറുകളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തരണ്ടല്ലോ. ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ വിശദമായി പഠിക്കുന്നതാണ് അല്ലെ. ഓക്കെ, 7 പേലോഡാണ്. അതിൽ ബാഹ്യവലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് VELC, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. ഇനി സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികരണ വ്യതിയാനങ്ങൾ അളക്കുക, അതിനു വേണ്ടിയിട്ടാണ് സ്യൂട്ട് എന്ന് പറയുന്നത്, സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. രണ്ടെണ്ണായേ. സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പേലോഡ്. ഓക്കെ, സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കാനും സൗരവികരണ വ്യതിയാനങ്ങൾ അളക്കാനും വേണ്ടിയിട്ട് സ്യൂട്ട്, സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. ചിത്രങ്ങൾ എടുത്ത് സ്യൂട്ട് കേസിലാക്കുകയാണ് എന്ന് വെച്ചാൽ കേട്ടോ. ചിത്രങ്ങൾ എടുത്ത് സ്യൂട്ട് കേസിലാക്കുകയാണ് സ്യൂട്ട്. ബാഹ്യവലയം, യെസ്, ബാഹ്യവലയം, ബാഹ്യം പുറത്തൂടെ വരുമ്പോ വെൽക്കം ചെയ്യുന്നു. ഇങ്ങനെ വെൽക്ക് എന്ന് ഓർത്തു വെക്കാം വെറുതെ കേട്ടോ. വെൽക്ക് ബാഹ്യവലയാണല്ലോ, പുറത്തുനിന്ന് ഇങ്ങനെ വരുമ്പോ വെൽക്കം ചെയ്യില്ല, വെൽക്ക് കേട്ടോ. ചിത്രങ്ങൾ എടുക്കുന്നത് സ്യൂട്ട് കേസിലാക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുക്കുക കേട്ടോ. ഇനി ഇവ രണ്ടും സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ? ആസ്പെക്സും പപ്പയും. ഓക്കെ, സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ? ആസ്പെക്സും പപ്പ. പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ഇനി ആസ്പെക്സ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. ആസ്പെക്സും പപ്പയും, PAPA കേട്ടോ. അപ്പോ നമ്മുടെ പപ്പ ആസ്പെറ്റോസിന്റെ മുകളിൽ, പുരയുടെ മുകളിൽ കയറിയിരുന്നു, ആസ്പെറ്റോസിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യുക? സൗരവാദങ്ങൾ ഇങ്ങനെ നോക്കുകയാണെന്നുള്ള ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. പപ്പ ആസ്പെക്ട്, ഏത്? സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. ഫുൾ ഫോം നിങ്ങൾ പഠിക്കണേ, അതിന് കോഡും കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത്, ഏറ്റവും ഔട്ടർ ലെയറായ കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബാഹ്യവലയമായ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് വെൽക്ക് ചെയ്യുന്നു, കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വെൽക്ക്. ഓക്കെ, സൂര്യന്റെ ചിത്രങ്ങൾ എടുത്ത് സ്യൂട്ട് കേസിൽ ഇടുകയാണ്, സ്യൂട്ട് കേട്ടോ. പപ്പ ആസ്പെക്ട് സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് എന്ന് പോയി. അപ്പൊ 4 പേലോഡ് സെറ്റായോ? ഏകദേശം അല്ലെ. ഇനി സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ച്, സൂര്യനിൽ നിന്നുള്ള എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സോലെക്സസും ഹെലിയോസും. ഓക്കെ, എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സോലെക്സസ് ആൻഡ് ഹെലിയോസ് എന്ന് പഠിച്ചു. സോലെക്സസ് ആൻഡ് ഹെലിയോസ്. ഓക്കെ, അവിടെ നമ്മൾ 4 പഠിച്ചല്ലോ. അതല്ലാത്ത 2 എന്താണ്? എക്സ്റേയെ കുറിച്ച് പഠിക്കാനാണ് എന്ന് തൽക്കാലം ഓർത്തു വെക്കാം. മാഗ്നെറ്റോമീറ്റർ, സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കാൻ. അത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കാൻ മാഗ്നെറ്റോമീറ്റർ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതൊക്കെ അല്ലേ? മാഗ്നെറ്റോമീറ്റർ സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കാനാണ് എന്ന് പോയിട്ടും പഠിച്ചിരുന്നത്. അപ്പൊ എന്താണ് വിക്ഷേപിച്ചത്? എന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ 2 രാവിലെ 11:50 എവിടെ നിന്നാ വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. എത്ര കോടി രൂപയാണ് മുടക്കിയത്? 400 കോടി രൂപയാണ് മുടക്കിയത്. എത്ര പേലോഡാണ്?
7 പേരോടാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കൊറോണയെ കുറിച്ച് പഠിക്കാൻ, സൗരവാതങ്ങളെ കുറിച്ച് പഠിക്കാൻ, ചിത്രങ്ങൾ എടുക്കാൻ, എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ, സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കാൻ, അല്ലെ? ഈ 7 ഡ്യൂട്ടീസ് പഠിച്ചാൽ മതി, ഇതിന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് കിട്ടും. ഏത് വാഹനമാണ് വിക്ഷേപിച്ചത്? PSLV C-57 അല്ലെ? PSLV C-50 സംതിങ് അല്ലേ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത്, അല്ലെ? ഇപ്പൊ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 57 പേലോടാണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എത്രയാണ് ഇതിന്റെ കാലാവധി? 5 വർഷവും 2 മാസവുമാണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം. പിന്നെ അതിന്റെ മാസിന്റെ ഇനിയിപ്പോ അഥവാ അത് ചോദിച്ചാലോ, അല്ലെ? 1480.7 കിലോഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ചെയ്ത് വെക്കാം കേട്ടോ. ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സങ്ങൾ ഉണ്ടാക്കാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് കൂടിയാണ് L1 കേട്ടോ. മറ്റു ഗ്രഹങ്ങളുടെ ഒന്നും പിന്നെ നിഴലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സൂര്യനെ വീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ലഗ്രാഞ്ചസ് പോയിന്റ് L1 എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, യെസ്. 5 വർഷം 2 മാസം ഇപ്പൊ ചന്ദ്രയാനൊക്കെ കണ്ടില്ലേ? അത് ഓരോന്നും നമ്മൾ വിക്ഷേപിക്കുമ്പോഴും അതിനൊരു ഒരു എത്ര കാലാവധിയിലാണ് അതേക്കുറിച്ചുള്ള പഠനം എന്നുള്ളത് കൂടി നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. യെസ്, അതാണ് 5 വർഷം 2 മാസം കേട്ടോ. യെസ്, ലഗ്രാഞ്ച് പോയിന്റുകൾ എത്ര ഉണ്ടെന്ന് അറിയാം? 5 ലഗ്രാഞ്ചസ് പോയിന്റ് ഉണ്ട്. പക്ഷെ ആദിത്യ വിക്ഷേപിച്ചത് L1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. അതായത് ഈ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് സൂര്യന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് 5 പോയിന്റുകൾ ഉണ്ട്. ഓക്കെ, 5 പോയിന്റുകൾ ഉണ്ട്. അവിടെയൊന്നും നിഴലുകളോ മറ്റു ഗ്രഹങ്ങളുടെ തടസ്സങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ ഇന്ത്യ വിക്ഷേപിച്ചത്, ആദിത്യ L1 വിക്ഷേപിച്ചത് L1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് എന്ന് പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ISROയുടെ ചെയർമാൻ എന്തായാലും ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവുമല്ലോ. ISRO ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S സോമനാഥ് ആണ് അല്ലെ. ഇതിന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ബിജു AS ആണ് അല്ലെ. മിഷൻ ഡയറക്ടർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജു AS ആണ് എന്ന് പഠിച്ചു വെക്കാം. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി കേട്ടോ. നിഗർ ഷാജി ലേഡിയാണ് കേട്ടോ. നിഗർ ഷാജി എന്ന് പഠിച്ചു വെക്കാം. ഇതിന്റെ ചീഫ് സയന്റിസ്റ്റ് ആരായിരുന്നു എന്നറിയാമോ? അതുകൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇതിന്റെ ചീഫ് സയന്റിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കര സുബ്രഹ്മണ്യൻ കേട്ടോ. ശങ്കര സുബ്രഹ്മണ്യൻ എന്നും നോട്ട് ചെയ്തു കേട്ടോ. ശങ്കര സുബ്രഹ്മണ്യൻ ആണ് ഇതിന്റെ ചീഫ് സയന്റിസ്റ്റ് എന്ന പോയിന്റും ഓർത്ത്. ഓക്കെ, പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. യെസ്, അപ്പോ ഭൂമിയുടെ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത പോയിന്റ് ആണ്. ലഗ്രാഞ്ചസ് പോയിന്റ് 5 ഉണ്ട്. ഇന്ത്യ വിക്ഷേപിച്ചത് L1ലേക്ക് എന്ന പോയിന്റ് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതും കഴിഞ്ഞാലേ സംഭവം ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. കേട്ടില്ലേ? യെസ്, ഇടയ്ക്ക് സ്റ്റെക്കായോ? ഒന്നുമില്ല, പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ISROയുടെ ചെയർമാൻ S സോമനാഥ്. നമ്മുടെ മിഷൻ ഡയറക്ടർ ആരാണ്? മിഷൻ ഡയറക്ടർ ബിജു അല്ലെ. ബിജു SRA. പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഗർ ഷാജി. ചീഫ് സയന്റിസ്റ്റ് ഇതിനകത്ത് താഴെ എഴുതിയ ശങ്കര സുബ്രഹ്മണ്യൻ. അത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, യെസ്. ചീഫ് സയന്റിസ്റ്റിനെ കൂടി ഞാൻ കൂട്ടിച്ചേർത്തു, ശങ്കര സുബ്രഹ്മണ്യൻ. ഓക്കെ, എന്നാ പിന്നെ നമ്മൾ ആദിത്യ L1 പഠിച്ചത് മൊത്തത്തിൽ റിവിഷൻ ചെയ്യാലോ. റിവിഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ടോപ്പിക്ക് പോക്കറ്റിലാക്കിയിട്ട് എടുത്തു വെക്കാം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. എന്നാ വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 8. ഏത് സമയത്ത്? രാവിലെ 11:50. ഏതായിരുന്നു വിക്ഷേപണ വാഹനം? PSLV C-57. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ SR ബിജു എന്ന് വിളിച്ചു. 400 കോടി രൂപയാണ് ചെലവ്. ഓക്കെ, യെസ്. പിന്നെ 5 വർഷം 2 മാസം ആണ് അതിന്റെ കാലാവധി. ലഗ്രാഞ്ചസ് പോയിന്റ് എന്താണെന്നുള്ളത് ഞാൻ ഇനി പറയുന്നില്ല. 7 പേരോട് ഉണ്ടായിരുന്നു. സൂര്യന്റെ ബാഹ്യ വലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കാനും സൗരവികിരണത്തിന്റെ വ്യതിയാനങ്ങൾ അളക്കാനും വേണ്ടിയിട്ട് സ്യൂട്ട്. പിന്നെ ആസ്പെക്സും പപ്പയും സൗരവാദങ്ങളാണ് എന്ന് വെച്ചു. ഇനി എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സോളക്സസും ഹെലിയോസും. സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കാനാണ് ഏത്? മാഗ്നറ്റോമീറ്റർ. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 1480.7 കിലോഗ്രാം ആയിരുന്നു. 5 ലഗ്രാഞ്ചസ് പോയിന്റ് ഉണ്ട്. ഇന്ത്യ വിക്ഷേപിച്ചത് L1ലേക്കാണ്. ഇതിന്റെ ചീഫ് സയന്റിസ്റ്റ് ആയിരുന്നു ശങ്കര സുബ്രഹ്മണ്യൻ എന്ന്